ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? കേരളമാണെന്നാണോ? പക്ഷേ ഇത് കേരളമല്ല. ഇത് തമിഴ്നാടാണ്. ഡാഡിയുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് നമ്മളിവിടുന്ന് പോകുന്നത്. വെള്ളോട് നിന്ന് നമ്മൾ നേരെ പോയത് ഡാഡിയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ്. ആ പുള്ളിക്കാരൻ്റെ വീട്ടിലേക്കുള്ള വഴിയാണ്. അതായത് രണ്ട് സൈഡിലും. ഒരു സൈഡിൽ കവുങ്ങ്, ഒരു സൈഡിൽ തെങ്ങ്. എന്ത് രസമാണെന്നറിയോ അതിൻ്റെ നടുക്കൂടെ ഇങ്ങനെ യാത്ര ചെയ്യാൻ. അങ്ങനെ നേരെ ചെല്ലുന്നത് ഈ വലിയ ഒരു പറമ്പിൻ്റെ നടുക്കായിട്ട് പുള്ളിക്കാരൻ്റെ വീട്. അവിടെ രണ്ട് നല്ല പട്ടികൾ. ആദ്യം നമ്മൾ ഇവരെ രണ്ടുപേരെ കണ്ടുള്ളൂ. ഇവർ രണ്ടുപേരും നമ്മൾ മുമ്പ് കണ്ട് പരിചയമുള്ളത് പോലെ നമ്മുടെ അടുത്തൊക്കെ വന്ന് നമ്മുടെ കാലെ മണപ്പിക്കുക, നമ്മുടെ കൂടെ തന്നെ നിൽക്കുമായിരുന്നു. ആർക്ക്? അതുകൊണ്ട് അപ്പുറത്തൊരു പോശ ഇപ്പുണ്ട്, പശു നിൽപ്പുണ്ട്. അത് കയറാൻ വിസമ്മതിക്കില്ല. അതിൻ്റെ ഇപ്പുറത്ത് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ആട്ടിൻകൂടുണ്ട്. ചില ആടുകൾ കെട്ടിയിട്ടേക്കുന്നുണ്ട്, ചിലതിനെ അഴിച്ചു വിട്ടേക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് കോഴികളുണ്ട്. കമോൺ, ഇങ്ങോട്ട് വാ. ഇവർക്കറിയില്ലെന്ന് തോന്നുന്നു കൈ കാണിക്കുന്നു ഉരസി ഉരസി വരുന്നുണ്ട്. അവരുടെ വിളിച്ചിട്ട് കൊടുത്തിരിക്കുന്നത്. നീ മുമ്പേ പറ്റിച്ചതാ എന്നെ. സമ്മതിക്കില്ല, എൻ്റെ ദേഹത്ത് തൊടാൻ ഞാൻ ഒരുത്തനെയും സമ്മതിക്കില്ല. അപ്പോൾ ഇവിടെ വന്നപ്പം കുറേ തേങ്ങ അടന്നു വീണിട്ടുണ്ടല്ലോ. അപ്പം കുറച്ച് തേങ്ങ നമ്മളോട് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. പക്ഷേ അത് പൊതിച്ചുകൊണ്ട് പോകണം, അല്ലെങ്കിൽ ഭയങ്കര ഭാരമല്ലേ. അപ്പം ഡാഡി അവിടെ നിന്ന് പൊതിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് എത്ര വേണേലും എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞു. വായിക്കാത്ത എന്റെ കൈ വെച്ചോടെ ഞാൻ. അപ്പം നമുക്ക് അങ്ങോട്ട് മാറി നോക്കാം. എല്ലാവരും വരി വരിയായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് നീങ്ങി. എല്ലാവരും അവിടെ ആയിരുന്നു. സോറി ഗായ്സ്, എൻ്റെ കയ്യിൽ ഫുഡില്ല. അതിനകത്ത് മറ്റേ ഗിനിക്കോഴിയുണ്ട്. ഇനി നമ്മുടെ ലക്ഷ്യം ചുളുവിന് കുറച്ച് ഷർട്ടുകൾ വാങ്ങണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കുറച്ച് വില കുറച്ച് കിട്ടുമെന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നമ്മൾ ഈ കടയിൽ കയറിയപ്പോൾ 3 ഷർട്ടിന് 1300 അങ്ങനെ എന്തോ ഒരു കോംബോ ഓഫറുണ്ട്. അപ്പം അതിനകത്ത് എടുക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ ആകെ 3 എടുത്ത്. ഈ ലൈനുള്ള എടുത്തു, പിന്നെ ആദ്യം എടുത്തു, പിന്നെ ഒരെണ്ണം കൂടെ എടുത്തു. അങ്ങനെ 3 ഷർട്ട് ഞങ്ങളെടുത്തു. അതിനുശേഷം പിന്നെ നമ്മൾ തിരിച്ചു വരുന്ന വഴിയാണേ നിറയെ ബ്ലോക്കെന്ന് പറഞ്ഞാൽ ബ്ലോക്കേ. ഒന്ന് ഇടുങ്ങിയ വഴി, 2 ഈ പറയുന്ന കാളവണ്ടിയിൽ കുറേ ഇങ്ങനെ ഇത് തുണികളായിരിക്കണം ആ സംഭവങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. എവിടെ നോക്കിയാലും ഇത് നമുക്ക് കാണാം. കാളവണ്ടിക്കകത്താണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള തിരക്കുകളുണ്ട് അവിടെ മുഴുവനും. പിന്നെ നമ്മൾ മമ്മിയുടെ ഹോസ്പിറ്റലിലെത്തി. ഹോസ്പിറ്റൽ പുറത്തുനിന്ന് കാണുമ്പോൾ ചെറുതായിരിക്കും, പക്ഷേ അകത്ത് വലിയ വിശാലമാണ്. അതെ, പ്ലാൻ ഇട്ടതാ, പക്ഷേ പിന്നെ കണ്ണൊക്കെ കണ്ടോ? കണ്ണിന്റെ ചുവപ്പ് കുറഞ്ഞിട്ട് പക്രുവിന് വന്നപ്പം തൊട്ടുള്ള ഒരു ആഗ്രഹമാണ് ഒരു റേഡിയോ വാങ്ങാം. ഓൺലൈനിലൊക്കെ നോക്കിയപ്പം ഭയങ്കര റേറ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്തുള്ള കടകളിലൊക്കെ നോക്കിയപ്പോൾ അതിനേക്കാട്ടി റേറ്റാണ്. അപ്പോൾ നമുക്ക്, കാരണം ഇപ്പോൾ ആരും റേഡിയോ ഉപയോഗിക്കാറില്ല, എല്ലാവർക്കും മൊബൈലിലൊക്കെ ഉണ്ട്. അപ്പം ഒരു റേഡിയോ വേണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കുറേ കടകളിൽ അന്വേഷിച്ച് നമുക്ക് കിട്ടിയില്ല. അങ്ങനെ നമുക്ക് അവിടെ നിന്നൊരു കടയിൽ നിന്ന് കിട്ടി. എടുത്തോ. ഒരാളും തരത്തില്ല, പുള്ളി സ്പീക്കർ കിട്ടത്തില്ല. ഞങ്ങൾ സാധനം എടുക്കാൻ പിന്നീട് വരാം. സാധനങ്ങളൊക്കെ എടുക്കാൻ പിന്നീട് വരുന്നതായിരിക്കും. ടി വി കുറേ ചീപ്പാണ്. ആണോ? സ്മാർട്ട് ടി വിയാണ്, മൊബൈലിലെ സിനിമ. അത് കഴിഞ്ഞിട്ട് അഭിരാമിക്ക് മൊബൈലിനൊരു കേസ് വാങ്ങണം.
അപ്പം അത് കിട്ടുന്നില്ല. ഇതൊരു മലയാളിയുടെ കടയാണ്. ഇവിടെ കുറേ മലയാളീസിൻ്റെ കടകളുണ്ട്. അപ്പം അവിടേക്ക് കയറി നമ്മൾ തിരക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇഷ്ടപ്പെടുന്ന കളർ കിട്ടുന്നില്ല. ചിലപ്പോൾ ഇഷ്ടപ്പെട്ടത് കിട്ടിയാലും നമുക്ക് അതിൻ്റെ എന്തെങ്കിലും അതിനകത്ത് ഡാമേജ് ഉണ്ടാവും. മമ്മിയുടെ ഹോസ്പിറ്റലും റേഡിയോ വാങ്ങിച്ച കടയും ഈ മൊബൈലിൻ്റെ കേസ് വാങ്ങിച്ച കടകളൊക്കെ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു അഭിരാമി തിയേറ്റർ ഉണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റുള്ള റോഡിൽ ഇങ്ങോട്ടും പോന്നാൽ മതി. അങ്ങനെ ഇമ്മണി വലിയൊരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ 4 പേരും നമ്മൾ വീട്ടിലെത്തി. ഇനി നമ്മുടെ പ്രധാന ടാസ്ക് ഈ റേഡിയോ ടേപ്പ് റെക്കോർഡർ മഴ നനയാതെ നല്ലതായി പാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം സെല്ലോ ടേപ്പ് ഞങ്ങൾ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു കടയിൽ നിന്ന് കാർഡ്ബോർഡ് പെട്ടി വാങ്ങിച്ചു. ഇതെല്ലാം കൊണ്ട് നന്നായിട്ട് കവർ ചെയ്തു. ഈ നേരം കൊണ്ട് അഭിരാമി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കി തന്നു. നമ്മുടെ തക്കാളി ചട്നി, നമ്മുടെ ഫേവറേറ്റ് തക്കാളി ചട്നി ഉണ്ടാക്കി. എന്താ ഇതിവിടെ വെച്ചേക്കാം അല്ലേ? ഏത്? കവറ്. ആ, നമുക്ക് അത് തനേ ആ വെള്ളം ഒരു സൈഡിലിട. വെള്ളം തലയ്ക്ക്. അങ്ങനെ നമ്മൾ തക്കാളി ചട്നിയും അതുപോലെ തന്നെ ചപ്പാത്തിയും ആ ബോക്സിങ് ഓർമ്മയുണ്ടോ? എപ്പോഴും അഭിരാമിയുടെ മമ്മി നമുക്ക് നമ്മൾ അവിടുന്ന് MP-ന്ന് വരുന്ന സമയത്ത് ബസോദയിൽ നിന്ന് വരുന്ന സമയത്ത് നമുക്ക് ഫുഡ് ഇതിനകത്താണ് ഉണ്ടാക്കിക്കൊണ്ട് എപ്പോഴും ഈ റോഡ് വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കിക്കൊണ്ട് വരാറില്ലേ ഈ ബോക്സാണ്. അങ്ങനെയാണ് നമ്മളെല്ലാം കൊണ്ടുവന്നു. നമ്മളെല്ലാം പാക്ക് ചെയ്ത് വെച്ചു. നമുക്കിപ്പം കുറേ തുണികളൊക്കെ വാങ്ങിച്ചില്ലേ, എല്ലാം കൂടെ വെക്കാൻ ഇപ്പം സ്ഥലമില്ല. നോക്കാം എല്ലാം കൂടെ കയറുമെന്ന്. ആയുധമൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ ഓർമ്മിക്കും പോക്കറ്റ് ഇട്ടേ. നിങ്ങൾ കുഞ്ഞായതുപോലെ, ഞാൻ എന്തോ അപ്പനായ പോലെ നെറ്റിയൊക്കെ കയറി. നിങ്ങൾ ചെറുതായതുപോലെ. ടാറ്റാ. ഇപ്പൊ ചുമ്മാതെ കരയൊന്നുമല്ല, കണ്ണ് തിരുമ്പോ. ബൈ ബൈ. സാധാരണ യാത്രയെല്ലാം ചൊല്ലുണ്ട്. ഓക്കെ ബൈ ബൈ. പോട്ടെ. വീടിന്റെ എങ്ങനെ? ആ ഹാ ഹാ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങുമ്പോൾ വിളിക്കാം. എടുക്ക. ബൈ ബൈ.